നമ്മള് റോക്ക് ബോട്ടം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ഒരു കറക്റ്റ് അവസ്ഥ സത്യം പറഞ്ഞ ഇപ്പൊ അതാണ്. ഞാൻ ബേസിക്കലി നോട്ടീസ് പീരീഡിലാണ് വർക്കിൽ. അതിന്റെ നല്ല പ്രഷർ ഉള്ളിലുണ്ട്. അത് ആരടുത്തും പറഞ്ഞിട്ടുമില്ല. അത് വർക്കിലെ തന്നെ പല പ്രശ്നങ്ങൾ കൊണ്ടാണ്. എൻ്റെ തന്നെ കുറെ മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് റിസൈൻ ചെയ്യാന്ന് വിചാരിച്ച് റെസിഗ്നേഷൻ ഞാൻ ചെയ്തു. നോട്ടീസ് പീരീഡ് ഒക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം അത് മാത്രമല്ല, വേറെ ജോലി കണ്ടുപിടിക്കണം. അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പ് വേറെ ജോലി വിട്ടിട്ട് ജോലി മാറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് നല്ല സമയം എടുക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ഞാൻ എന്താ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ശരിക്കും എൻ്റെ പ്ലാനും ഒന്നും ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് 30 ആയി ഏജ്. അപ്പോൾ നമ്മുടെ 20s നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടാവുമല്ലോ. പ്ലാൻസ് ഇൻ ദ സെൻസ്, ഞാൻ അതൊന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുള്ള റിഗ്രറ്റ് എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും ഇപ്പോഴും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു, എനിക്ക് ഒരു ബയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു നാച്ചുറലിസ്റ്റ് ആ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യണമെന്ന്. പക്ഷെ എൻ്റെ കരിയർ ചോയ്സും എളുപ്പപ്പണി നോക്കിയിട്ടും മാത്തമാറ്റിക്സ് അതും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചൂസ് ചെയ്ത പാത്ത് എപ്പോഴും ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഉള്ള എളുപ്പപ്പണികൾ നോക്കിയിട്ട് അങ്ങനെ വന്ന് വന്ന് ഞാനിപ്പോൾ എത്ര വർഷമായി? 4-5 വർഷമായി ഈ കോർപ്പറേറ്റ് കമ്പനികളിൽ, IT കമ്പനികളിൽ 8-9 മണിക്കൂർ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് ഇരിക്കുന്നു. അപ്പൊ ഞാൻ റിസൈൻ ചെയ്തെന്ന് പറഞ്ഞെങ്കിലും ഇനി ഞാൻ നോക്കാൻ പോകുന്ന ജോലി അത് തന്നെയായിരിക്കും. കാരണം എൻ്റെ കരിയർ ഓൾറെഡി ബിൽഡ് ചെയ്ത് വന്നേക്കുന്നത് ഇതിനകത്താണ്. പക്ഷെ എന്താന്ന് വെച്ചാ, ഇതിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും വിട്ടുപോയി. അതായത് ഇപ്പോ ജിമ്മിൽ പോകണം എന്നൊക്കെ ഉള്ളത് ആഗ്രഹം മാത്രമല്ല, ജിമ്മിൽ പലതവണ പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല. പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ തന്നെ കുഴപ്പങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ ചെയ്യാണ്ടിരുന്ന കാര്യങ്ങളാണ്. സോ അത് ഞാൻ വിട്ടുകളഞ്ഞൊരു കാര്യമാണ്. പിന്നെ നെറ്റ്വർക്ക് ഉണ്ടാക്കാതിരുന്നതിന് ഞാനിപ്പോൾ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ പോലും എനിക്ക് പലരെയും റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റൂല. കാരണം ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ തന്നെ എന്തൊക്കെയോ ചിന്തകൾ കൊണ്ട് അവോയ്ഡ് ചെയ്ത കാര്യങ്ങളാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ, റൂംമേറ്റ്സ് ഒക്കെ എപ്പോഴും പറയായിരുന്നു അവിടെ പോവാം, പരിപാടിക്കോ മറ്റേതിനോ എന്നൊക്കെ. ഞങ്ങളുടെ കോളേജും അങ്ങനെ ഒരു ബാംഗ്ലൂരുള്ള കോളേജായിരുന്നു. പക്ഷെ പലതും ഞാൻ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്താന്ന് വെച്ചാൽ, നമുക്ക് കൂടുതൽ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും എല്ലാമുള്ള ഓപ്പർച്യൂണിറ്റീസ് പോയി. എനിക്ക് ഇനി അങ്ങോട്ട് കയറി ആരോടും സംസാരിക്കാനും പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ട് ഇപ്പോൾ. കാരണം ഇതൊക്കെ ഞാൻ പണ്ട് അവോയ്ഡ് ചെയ്ത കോൺവെർസേഷൻസും സിറ്റുവേഷൻസും ആയിരുന്നു. സോ അതൊക്കെ എനിക്ക് 20s പറ്റിയ മേജർ മിസ്റ്റേക്കുകളായിരുന്നു. പിന്നെ പറയാൻ മടിച്ച കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും. അതിപ്പോ എന്താണെങ്കിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈഡും ഈഗോയും അല്ലെങ്കിൽ ഫിയറും ഇതെല്ലാം കൊണ്ട് പറയാൻ മടിച്ച പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എപ്പോഴും ഒരു മ്യൂസിയം ഓഫ് മിസ്റ്റേക്സ് എന്ന് പറയാം. അങ്ങനെ ഉണ്ടാക്കാവുന്ന കുറെ കാര്യങ്ങൾ. അത് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വണ്ടി നിർത്തിയിട്ടേക്കാം, പക്ഷെ AC വർക്ക് ചെയ്യില്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂട്. അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 20s അങ്ങനെ സ്പെൻഡ് ചെയ്ത് പോയി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. മ്യൂസിക്കിലൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. മ്യൂസിക് എന്ന് പറഞ്ഞാൽ പാട്ട് പാടോ അങ്ങനെയല്ല, ഗിറ്റാർ വായിക്കാനൊക്കെ ഞാൻ ബാംഗ്ലൂർ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സ്വയം യൂട്യൂബ് നോക്കി മാത്രം പഠിച്ചെടുത്തത്. ഞാൻ തന്നെ പാട്ടുകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിലൊന്നും എന്താ പറയാ, അപ്പോഴും അതും കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഹമ്മിങ് ട്രീയിലൊക്കെ പോയിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു, യുനൈസൊക്കെ. അവനൊക്കെ എപ്പോഴും പറയായിരുന്നു, നീ ഇത് നമുക്ക് മറ്റേ ചെയ്യാന്നൊക്കെ പറയും. ഞാൻ അപ്പോഴും ഈ ഒരു മടിയൻ അലസൻ മെന്റാലിറ്റിയിലെല്ലാം കാഷ്വലായിട്ട് എടുത്ത് കളഞ്ഞു. പക്ഷെ സമയം നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ മുന്നേ പോവും. എത്ര പെട്ടെന്നാണ് സമയം പോണേന്ന് നമുക്ക് തന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് വണ്ടർ അടിക്കണേ. അതിന്റെ ഒരു മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കോളേജെല്ലാം കഴിഞ്ഞ് ജോലി തുടങ്ങിയ സമയത്ത് ഈ ഒരു ഫീലിങ്സ് എല്ലാം വന്ന സമയത്ത് തന്നെ എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് വരെ പോയി. ഇന്ത്യ മൊത്തം ബൈക്ക് എടുത്ത് കറങ്ങി. പക്ഷെ അപ്പൊ ഒന്നും ഞാൻ പോയത് എനിക്ക് സ്ഥലങ്ങൾ കാണണമെന്ന് വിചാരിച്ചിട്ടോ ട്രാവലിങ്ങിനോട് അത്ര അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായിട്ടൊന്നും ആയിരുന്നില്ല. ഞാൻ പോയത് എന്തോ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും, എടുത്ത് കളയാം എന്നൊക്കെ വിചാരിച്ചിട്ടാ. പക്ഷെ സത്യം പറയാലോ, ഈ കോഡ്സിലും അതും ഇതിലും കാണുന്ന പോലെ ഒന്നല്ല. ചില കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോവില്ലായിരിക്കും. സോ ഞാനിതൊക്കെ പറയാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ജോബും എല്ലാം റിസൈൻ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്നൊരു
വീണ്ടും ഒരു സീറോ എന്നുള്ളൊരവസ്ഥയായി. കാരണം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാണ്ടിരുന്ന കാര്യങ്ങളും എന്നാ ഇനി ചെയ്യാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷെ പെട്ടെന്ന് ജോലിയുടെ കാര്യം കൂടി ഇങ്ങനെ ഇപ്പോ ഇനിയിപ്പോ അടുത്ത മാസം 30 ദിവസം കഴിഞ്ഞാൽ അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സാലറി ഒന്നും വരില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ പേടിയൊക്കെ ഉള്ളിലുണ്ട്. അതൊക്കെ നാച്ചുറൽ അല്ലേ, പക്ഷെ ഉണ്ട്. അപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പൊ സംസാരിക്കുന്നത് പോലും വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇനി ട്രാക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അതായത് ഷൈ ആയിട്ടിരിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ എന്നെ തന്നെ എന്താണ് ഞാൻ പറയണത്, എന്താണ് ഞാൻ ചെയ്യണത്, എന്തിൽ കൂടെ ഞാൻ കടന്നു പോകണമെന്നൊരു റിഫ്ലക്ഷൻ വന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി വെറുതെ മനസ്സിലിട്ട് ചിന്തിക്കുന്നതിന് പകരം അത് അറ്റ്ലീസ്റ്റ് റെക്കോർഡെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് തന്നെ വേണമെങ്കിൽ തിരിഞ്ഞു നോക്കുകയും കാണുകയും ചെയ്യാം അല്ലെ. അറ്റ്ലീസ്റ്റ് ഹാബിറ്റുകളെങ്കിലും ട്രാക്ക് ചെയ്യുമെങ്കിലും ചെയ്യാം. സംസാരിക്കുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ അതുപോലും വേണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്താം. പ്രൊനൗൺസിയേഷനിൽ ചേഞ്ച് വരുത്താം, കമ്മ്യൂണിക്കേഷനിൽ ചേഞ്ച് വരുത്താം. അത് നമ്മൾ മറ്റൊരാളായിട്ട് നേരിട്ട് സംസാരിക്കുന്ന എഫക്റ്റ് ഇല്ലെങ്കിൽ പോലും എനിക്ക് ഇനി ട്രാക്ക് ചെയ്യണം എന്ന് തോന്നുന്നു. ഇനിയെങ്കിലും അത് ചെയ്തേ പറ്റുള്ളൂ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്സായി പോയ കുറെ കാര്യങ്ങളുണ്ട്. ജിമ്മും അതേപോലെ ജോഗിങ്ങിന് പോകുന്നതും പറയുമ്പോൾ നിസ്സാര കാര്യങ്ങൾ, പക്ഷെ ഞാൻ ഇതൊന്നും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാണ്ടിരുന്ന കാര്യങ്ങളാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നിട്ട് പോലും. അപ്പോൾ ഇപ്പോ ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഈ സാധനങ്ങളൊക്കെ വെറുതെ അവിടെ ഇവിടെയും കൊണ്ട് ഈ ബുക്കിലൊക്കെ എഴുതി വെക്കുന്നതിന് പകരം കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യണം. അതായത് എന്നെ തന്നെ ചലഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അതിന് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് 30 ഡേ ചലഞ്ചസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ഓരോ ദിവസം തുടങ്ങി ഫോളോ ചെയ്യുക. ഞാൻ ഇന്നലെ തുടങ്ങി ജിമ്മിൽ പോയി തുടങ്ങി. ഇന്ന് ഞായറാഴ്ച കൊണ്ട് പോകാൻ പറ്റൂല, നാളെ തുടങ്ങി പോകണം. ഈ പ്രാവശ്യമെങ്കിലും ജിമ്മിൽ പലതവണ പോയിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 30 ദിവസം ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇപ്രാവശ്യം പോയേ പറ്റൂ. ഇനി എനിക്ക് കളയാൻ സമയവും ഇല്ല, എനർജി ഇല്ല, ഒന്നുമില്ല. സോ ജോഗിങ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ജോലി പോകുന്നു എന്നുള്ള ഫീലിങ്ങും അതും കൊണ്ടിരിക്കാനും പറ്റൂല. ജോബ് സെർച്ച് ചെയ്യണം. സോ ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു പുതിയ തുടക്കം ഇവിടെ തുടങ്ങണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയാണ്. അതുപോലെ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ആള് ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ട, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം, ഇത് അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. 0 ആയി എന്ന് തോന്നുന്നിടത്തുനിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം അല്ലെ. നെഗറ്റീവിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. നെഗറ്റീവിലേക്ക് പോകാന്ന് പറഞ്ഞാൽ പിന്നെ കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ 0ന്ന് വീണ്ടും തുടങ്ങാം. ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ഓരോ ചലഞ്ചും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പോകുന്നു. അത് എങ്ങോട്ട് പോകും എന്ന് നോക്കാം. But I'm optimistic this time because I have no other choice.